ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. ചിക്കൻ കറിക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നത് നല്ലപോലെ വാട്ടി നല്ല മുരിഞ്ഞൊരു പരുവത്തിലായതിനു ശേഷം നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടിയാണ്. മസാലപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മുരിഞ്ഞൊരു പരുവത്തിലാകുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഇടുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. മസാലയും കൂടുതൽ മല്ലിപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നത്. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം കൊടുക്കുക. നമ്മൾ തക്കാളി ചോപ്പ് ശേഷം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. തക്കാളി ചോപ്പ് കൊടുക്കുക. നല്ലപോലെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി മിക്സാക്കി ഫുള്ളങ്ങോട്ട് മിക്സാക്കിക്കൊണ്ട് നമ്മൾ മൂടി വെക്കണം. 10 മിനിറ്റ് കൊടുക്കുമ്പോൾ ഇളക്കി കൊടുക്കണം. നല്ലപോലെ മുമ്പ് വരത്തുള്ളൂ. നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം.